അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ രേണു സുധിയുടെ തലവേദന കാരണം ഇടി പൊട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രേണു സുധി എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുന്നുണ്ട്. എന്തായാലും അനീഷേട്ടൻ, നമ്മുടെ കോമണർ അനീഷ്, രേണുവിന് ഇപ്പൊ ചായ എത്തണോടാ എന്നൊക്കെ വിളിച്ചു പറയുന്ന കേട്ടിട്ട് ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളോട് ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാൻ. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 ഗ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ എപ്പിസോഡ് ഇന്ന് വൈകിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തും. ആ എപ്പിസോഡിന്റെ പ്രൊമോ കുറച്ചു മുമ്പ് കണ്ടപ്പോഴാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഇടി പൊട്ടിയ കാര്യം ഞാൻ അറിയുന്നത്. രേണു സുധിയും തലവേദനയുടെ ഇടയ്ക്ക് ഇടി. രേണു സുധി, അഭിലാഷ്, അതിൻ്റെ ഇടയ്ക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ നമ്മുടെ കോമണർ ചേട്ടൻ, അനീഷ്, മൂന്നും കൂടെ കിടന്നുകൊണ്ട് കാണാ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ലൈവില് ഞാൻ ഈ പരിപാടി കണ്ടില്ല കേട്ടോ. ഒന്നെങ്കിലും ഞാൻ മിസ്സായി പോയത്, ഇല്ലെങ്കിൽ ലൈവിലെ ആ ഒരു പരിപാടി നമ്മളെ കാണിക്കാതെ എപ്പിസോഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരിക്കും ചിലപ്പോൾ നമ്മുടെ ബിഗ് ബോസ് മാമൻ. എന്തായാലും ഒരു കനത്ത വഴക്ക് ഇന്ന് അവിടെ നടന്നിട്ടുണ്ട്. അത് രേണു സുധിയുടെ തലവേദന ചൊല്ലിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ അപ്പാനി ശരത്തൊക്കെ പറയുന്നത് കേട്ട് 1 മിനിറ്റിനുള്ളിൽ നിനക്ക് തലവേദന വരും, 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തലവേദന പോകും, 3-ാം മിനിറ്റ് അവൾക്ക് വീണ്ടും തലവേദന, 4-ാം മിനിറ്റ് തലവേദന പോയി. ഇങ്ങനെയുള്ളൊരു പരിപാടിയാണ് രേണു സുധിയുടെ ഒരു ഐറ്റം എന്നാണ് അപ്പാനി ശരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്താണെങ്കിലും ചായ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അനീഷേട്ടൻ ബിഗ് ബോസ് മാമനെ വിളിച്ച് പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. വിളിച്ചു പറഞ്ഞതൊന്നും അല്ല, ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞതാണ്. മറ്റേ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് രേണു ചേച്ചിക്ക് പെട്ടെന്നൊരു കോഫി വേണം, തലവേദന സഹിക്കാൻ വയ്യ എന്നൊക്കെ ഇപ്പൊ പറയുന്ന കേട്ടു. അപ്പൊ എന്താണെങ്കിലും പ്രൊമോയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, നേരത്തെ പറഞ്ഞ കണക്ക് ഇന്ന് അവിടെ നല്ലൊരു ഇടി പൊട്ടിയിട്ടുണ്ടെന്ന്. എല്ലാവരും കിടന്ന് കാക്രി കൂക്രി എന്ന് പറയുന്ന കേട്ടു. എന്താണെങ്കിലും എപ്പിസോഡിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ബാക്കി പറയാം എന്തിനാണ് അവിടെ രേണുവിന്റെ പേരും പറഞ്ഞ്. എന്റെ പൊന്നു രേണു സുധി, എന്നാലും ചേച്ചിയുടെ സൂപ്പറാ കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും കലക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഗ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞുള്ള ആദ്യത്തെ എപ്പിസോഡ് വഴക്കും ഇടിയും, പിന്നെ ഇന്നലെ രാത്രിയിലത്തെ മറ്റേ അനീഷിന്റെ ബാഡ്ജിന് വേണ്ടിയുള്ള ഓട്ടവും, ഇതെല്ലാം ഇന്നത്തെ എപ്പിസോഡ് നല്ല കലക്കൻ എപ്പിസോഡായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്താണെങ്കിലും കുറച്ചു മുമ്പ് മറ്റേ കൺഫെഷൻ റൂമിൽ വിളിച്ച് ആരെയാണ് നമുക്ക് ആദ്യമേ പുറത്താക്കേണ്ടത്, 2 പേരുടെ പേര് പറയൂ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഓരോ ആൾക്കാരെ കൺഫെഷൻ റൂമിൽ വിളിച്ച് അവരിൽ നിന്ന് പേരുകൾ ശേഖരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു സാധനം കാണാൻ തുടങ്ങിയത് നമ്മുടെ ആര്യൻ പറയുന്നതിനകത്തു നിന്നാണ്. ആര്യൻ പിന്നെ പേരൊന്നും പഠിച്ചിട്ടില്ല. ആര്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഇരിക്കുന്ന നമ്മൾ വരെ മറ്റേ പേരൊക്കെ എഴുതി വെച്ചിട്ടാണ് പറയുന്നത്, കാരണം കുറച്ച് സമയം എടുക്കും. അപ്പൊ എന്താണെങ്കിലും ആര്യൻ പേരൊക്കെ ഇരുന്ന് തെറ്റിക്കുന്ന കണ്ടു. പിന്നെ ആര്യൻ എന്ന് പറയുന്ന വ്യക്തി, എനിക്ക് തോന്നുന്നു അവൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്, ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ആദില നൂറയില്ലേ, അവരെ ഫോക്കസ് ചെയ്താണോ അളിയൻ കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ട്. കാരണം അതിലെ ഒരാളെ, എനിക്ക് തോന്നുന്നു ആദിലയാന്ന് തോന്നുന്നു, ഇവൻ ഫോക്കസ് ചെയ്ത് അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരാളെ സേഫാക്കി, നൂറേനെ സേഫാക്കിയിട്ട് ആദില പ്രശ്നക്കാരിയാണെന്നുള്ള രീതിയിൽ നമ്മളെ പോർട്രേറ്റ് ചെയ്ത് കാണിക്കാനുള്ള ഒരു ഗെയിം ആര്യൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, ഗെയിം ഇങ്ങനെ പല സാധനങ്ങൾ ഇറക്കണമല്ലോ, അതൊക്കെ നമ്മളെ വെറുപ്പിക്കാതെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇറക്കുമ്പം കാണാൻ നല്ല രസമാണ്. മറ്റേ അനീഷ്, അത് എൻ്റെ ഒരു അഭിപ്രായം മാത്രം കേട്ടോ, കൊള്ളാം. പക്ഷെ ചെറുതായിട്ട് അവൻ വെറുപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക്. അപ്പൊ എന്താണെങ്കിലും സരികയൊക്കെ വരുന്നുണ്ട്, സരിക ആര്യൻ്റെ ഒനീലിൻ്റെയും പേര് പറയുന്നുണ്ട്. പിന്നെ മിക്ക ആൾക്കാരും പുറത്താക്കണം എന്ന് പറഞ്ഞ പേര്, മിക്ക ആൾക്കാരും പറഞ്ഞതിനകത്ത് എനിക്ക് കോമൺ ആയിട്ട് തോന്നിയ ഒരു പേരെന്ന് പറയുന്നത് ശൈത്യയുടെയാണ്, മറ്റേ അഡ്വക്കേറ്റ് കം ആർട്ടിസ്റ്റ് ആയിട്ടുള്ള. അതെല്ലാവരും പറയുന്നതിന് കാരണവുമുണ്ട്. അതായത് ആ പെൺകുട്ടി അത്ര ആക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇന്നലത്തെ ടാസ്കുകളാണെങ്കിലും ശരി, മൊത്തത്തിൽ ഒരു ആക്റ്റീവ്നെസ് ഇല്ല ശൈത്യയ്ക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്ന ഒരു പേരെന്ന് പറയുന്ന, മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ പറയുന്നതിനകത്ത് ഒരു പേര് ശൈത്യയുടെയാണ്. പിന്നെ രേണുവിൻ്റെ പേര് പറയുന്നതുകൊണ്ട്, രേണുവിൻ്റെയൊക്കെ പേര് നമ്മുടെ അഭിലാഷ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഈ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് ഈ ഒരു പരിപാടി നടക്കുന്നതിന് മുമ്പ് കണ്ടാൻ തോന്നുന്നു ആ ഒരു അടി പൊട്ടിയിരിക്കുന്നത്. കാരണം എന്തോ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈശാപോഷ പരിപാടി ഇതിന് മുമ്പാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അത് ലൈവിൽ നിങ്ങളൊന്ന് പറ, ലൈവ് ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ കുറേ നേരം കണ്ടു, ഇടയ്ക്കൊന്ന് കഴിക്കാൻ പോയ സമയത്ത് കണ്ടില്ല. ഇനി ആ സമയത്താണോ നിങ്ങളുടെ ചായയുടെ പേരും പറഞ്ഞ് അടി ഉണ്ടാക്കിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സോറി, ചായയും പോട്ടെ, തലവേദന, ആ ചായയും തലവേദന ഇതെല്ലാം കൂടെ കൂട്ടിക്കിളക്കിയുള്ള അടിയായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും രേണു ചേച്ചിക്ക് ചായ ഇപ്പൊ എത്തും എന്ന് കണ്ടറിയാം. വീട്ടിൽ ഇരുന്നാൽ പോരെ ഇതിനൊക്കെ, ചായ കുടിച്ചാൽ തലവേദന എടുക്കും, അങ്ങനത്തെ ഒരു ഐറ്റത്തിനൊക്കെ വീട്ടിൽ ഇരുന്നാൽ പോരെ. എന്തിന് വെറുതെ അങ്ങോട്ട് കയറി ചെന്നിട്ട് അയ്യോ തലവേദന, 2 മിനിറ്റ് കഴിയുമ്പോൾ ആ തലവേദന പോയി, അയ്യോ വീണ്ടും തലവേദന, ആ തലവേദന പോയി, എന്തിന്?
ഇതിപ്പോൾ എത്ര ദിവസം ഈ ചായയൊക്കെ കിട്ടുമെന്ന് കണ്ടറിയാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയും വേണമെങ്കിൽ പച്ചവെള്ളം കുടിച്ചിട്ട് അവിടെ കിട പോലെ എന്ന് പറയും മിക്കവാറും. പിന്നെ ചേച്ചിക്ക് പിന്നെ എപ്പോഴും ഓരോ കാരണങ്ങളുണ്ട്. രേണു ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ തലവേദന, ഇല്ലെങ്കിൽ മണവേദന, ഇല്ലെങ്കിൽ നടുവേദന, എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ ഒന്നും ഏറ്റില്ലെങ്കിൽ എൻ്റെ സുധിച്ചേട്ടാ മേളിൽ നീങ്ങി വരാമോ സുധിച്ചേട്ടാ, പരിപാടി കഴിഞ്ഞു. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് നോമിനേറ്റ് ചെയ്യുന്ന ആളുകളുടെ പേരൊക്കെ പറയുന്നൊരു പരിപാടിയാണ് ഞാൻ അവിടെ കണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അപ്പാനി ശരത്ത് പറഞ്ഞ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ ഒക്കെ ആയിരുന്നു കേട്ടോ. ഷാനവാസിൻ്റെ പിന്നെ വേറെ ആരുടെയോ പേരും കൂടെയും പറഞ്ഞു. ആക്റ്റീവ് അല്ല, അതാണ് മെയിൻ കാരണം ശരത്ത് പറയുന്നത്, അപ്പാനി ശരത്ത് പറയുന്നത്. പിന്നെ അനീഷ് നമ്മുടെ കോമണർ വന്നിട്ട് പുള്ളി ചില സമയത്ത് പറയുന്ന പോയിന്റ്സ് അത് വളരെ ജെന്യുവൻ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് അനീഷ് വന്നിട്ട് ശാരികയെ പറ്റി, ഒരു പേര് ശാരികയുടെ, മറ്റേ അനുമോളിനെ പറ്റിയാണ് പറഞ്ഞത്. അനുമോളെ പറ്റി പറഞ്ഞത് എന്തോ ഒരു ചൊറിച്ചിലായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷെ ശാരികയെ പറ്റി പറഞ്ഞത് അത് ഒരു പോയിന്റ് ഉണ്ട്. അതായത് പുള്ളി പറയുന്നത് ഇമേജ് കോൺഷ്യസ് ആണ് ശാരിക. അവർ കുറച്ചുകൂടെ നമുക്ക് എല്ലാവർക്കും, എനിക്ക് അങ്ങനെ തോന്നി, ഇമേജ് കോൺഷ്യസ് ആണ് ശാരിക. കാരണം അവരെപ്പോഴും നമ്മൾ അവരെ കാണുന്ന ഒരു ക്യാരക്ടറിലല്ല ബിഗ് ബോസിനകത്ത് അവരെ നമ്മളിപ്പോൾ കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറും. നാടകം വല്ലതും ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും മാറും. ഇപ്പം പക്ഷേ കുറച്ച് ഇമേജ് ഒക്കെ നോക്കി കുറച്ച് ഒരു കെയർ ഒക്കെ ചെയ്ത് അവർ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അതിനെ ഒരു പോർട്രേറ്റ് ചെയ്ത് കാണിക്കുകയാണ് അനീഷ് എന്തായാലും ചെയ്തത്. പക്ഷെ അനീഷിനെ ഉണ്ടല്ലോ, അനീഷിന്റെ ഗെയിം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രമേ ഞാൻ ഒരു പരിധി കൂടുതൽ തള്ളി പറയുള്ളൂ. അല്ലാതെ ഞാൻ ചുമ്മാ അങ്ങ് തള്ളി പറയത്തൊന്നുമില്ല, ഒരാളെയും തള്ളി പറയത്തില്ല. എനിക്ക് ഈ സീസണിൽ ഒരാളെ അങ്ങനെ തള്ളി പറയാൻ തോന്നിയിട്ടില്ല. പിന്നെ അനീഷിനെ മാത്രം ഒന്ന് പൊക്കിയെടുക്കുന്നതിന്റെ കാരണം ഇവൻ ചില സമയത്ത് ഒരു വെകിളിയെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഭയങ്കരമായിട്ട് ആൾക്കാരെ ചൊറിയുന്നു. അതിൻ്റെ ആവശ്യമില്ല. വെറുപ്പിക്കാതെയും ആൾക്കാരെ സ്നേഹിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റാലോ, അങ്ങനെ വോട്ടുണ്ടാക്കാലോ. സോ അത് കുറച്ചും കൂടെ ഒരു എഫക്റ്റീവ് ആവുമെന്നാണ് എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. എനിക്ക് അങ്ങനെ തോന്നി. കാരണം കഴിഞ്ഞ സീസണിൽ ഞാൻ മറ്റേ രതീഷിനെ കണ്ടതുകൊണ്ട് ഏതാണ്ട് ആ ഒരു പരിപാടി ഇവരും ചെയ്യുന്നത് അങ്ങനെ എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. പിന്നെ ഷാനവാസ് നോമിനേറ്റ് ചെയ്തതിനകത്ത് ഒന്ന് അഭിലാഷിനെയാണ് പറഞ്ഞത്. അത് പുള്ളിയുടെ റീസൺ, പുള്ളിയുടെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞു. പക്ഷേ അഭിലാഷ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അഭിലാഷിന് മുന്നേ പുള്ളി പറഞ്ഞൊരു പേര് ജിസൈലിൻ്റെയാണ്, നമ്മുടെ ബിഗ് ബോസ് ഹിന്ദിയിലുണ്ടായിരുന്ന എക്സ് കണ്ടസ്റ്റന്റ്. അവരുടെ പേര് പറഞ്ഞപ്പോൾ അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് പറഞ്ഞ കാരണം സത്യം പറഞ്ഞ ഒരു രീതിയിലും എനിക്ക് പുള്ളി പറഞ്ഞ കാര്യത്തിനോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം പുള്ളി പറഞ്ഞത് ജിസൈലിൻ്റെ ഡ്രസ്സ് അതൊരു പ്രശ്നമാണെന്നാണ് നമ്മുടെ ഷാനവാസിക്ക പറയുന്നത്. അതിനോട് യോജിക്കാൻ എനിക്ക് പറ്റുന്നില്ല. വസ്ത്രധാരണ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാണുമ്പം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കണ്ണടച്ചങ്ങ് ഇരിക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതിനകത്ത് തുണിയൊന്നും ഇല്ല ഒന്നും അല്ലല്ലോ അവരതിനകത്തുള്ളത്. ആവശ്യത്തിനുള്ള തുണിയൊക്കെ ഇല്ലേ. പിന്നെ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് നോക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ആ തുണി കാണുമ്പോൾ നമുക്കൊരു അരോചകമായിട്ട് തോന്നുന്നതും നമ്മുടെ കണ്ണിൽ വേറെ രീതിയിൽ അതിനെ കാണുന്നതുകൊണ്ടാണ്. ഇത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അവരവരുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് ഇട്ട് നിൽക്കട്ടെ. ഇതിന് മുമ്പ് ആൾക്കാരൊക്കെ പലതും വരാത്തിട്ട് നിന്നിട്ടുണ്ടല്ലോ. അപ്പോഴൊന്നും എന്തോ ആയിക്കോട്ടെ, പ്രശ്നങ്ങൾ എപ്പോഴും ഇങ്ങനെ വരാറുണ്ട്. ഡ്രസ്സിൻ്റെ പേരിൽ, തുണിയുടെ പേരിലൊക്കെ ചിലവർക്ക് വരുവടേ. പക്ഷേ ഷാനവാസിനോട് മാത്രം ഈ ഒരു കൺഫെഷൻ്റെ കേസിൽ പേരുകൾ പറഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസ് ഈ പറഞ്ഞ ജിസൈലിനെ വെച്ച് ഈ പോയിന്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് യോജിക്കാൻ ഒരു രീതിയിലും പറ്റുന്നില്ല. ബാക്കി എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കാര്യമുണ്ട്. നമ്മുടെ മുൻഷി രഞ്ജിത്തൊക്കെ ആണെങ്കിലും ശൈത്യയുടെയും ജിസൈലിൻ്റെ ഒക്കെ പേരാണ്. പക്ഷെ അപ്പോഴും ജിസൈലിൻ്റെ പേര് പറയാൻ നമ്മുടെ മുൻഷി രഞ്ജിത്ത് പറഞ്ഞ വേറെ കാരണമാണ്. ഇതൊന്നുമല്ല, ഡ്രസ്സിനെ പറ്റിയിട്ടൊന്നുമല്ല. അതുപോലെ തന്നെ ശൈത്യയുടെ പേര് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് പറയുന്നതിൻ്റെ മെയിൻ കാരണം ആക്റ്റീവ് അല്ല ശൈത്യ എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കും അത് തോന്നിയിട്ടുണ്ട്. ഇന്നലത്തെ ടാസ്കിലാണെങ്കിലും കുറച്ച് ഒതുങ്ങിയ ഒരാളാണ്. അങ്ങനെ ഒതുങ്ങിയ ആൾക്കാരൊന്നും ഇവിടെ ആവശ്യമില്ല. കോണ്ടന്റ് തരിക. ഇപ്പം ഇന്നത്തെ അടിയുടെ നമുക്കത് രാത്രി നോക്കാം എപ്പിസോഡിൽ എന്ത് കാര്യത്തിലാണ് ആ അടി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലായത് 1 മിനിറ്റിൽ തലവേദന, 2-ാം മിനിറ്റിൽ തലവേദന മാറുന്നു, പിന്നെ ചായ വേണം, ഇങ്ങനെയുള്ള സീനിനൊക്കെയാണ് അവിടെ അടി ഉണ്ടായതാണ്. അതും രേണു സുധിയൊക്കെ ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ, അങ്ങോട്ട് ഫയറായി തീപ്പൊരി വന്ന് കത്തി കയറിയൊക്കെയാണ് നിൽക്കുന്നത്. അഭിലാഷിനെ കൊങ്ങയ്ക്ക് പിടിച്ച് മേളിൽ കയറ്റുമെന്നാ എനിക്ക് തോന്നുന്നത്. ആ ഒരു എന്താണ് നമ്മുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ പറയണം കേട്ടോ. ആ ഒരു പ്രൊമോ കണ്ടപ്പോൾ, ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊമോ ഞാൻ കണ്ടതാണ് കുറച്ച് മുന്നേ. അതിനകത്താണ് മുട്ടം വഴക്ക്. ഞാനിപ്പോൾ ആലോചിച്ചത് ദൈവമേ, ലൈവിൽ ഞാനിതുപോലെ മിസ്സാക്കിയ. പിന്നെ എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത് ചിലപ്പം എല്ലാം ഒന്നും ലൈവിൽ കാണിക്കത്തില്ല, ചിലപ്പോൾ എപ്പിസോഡിലേക്ക്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമുക്ക് എപ്പിസോഡിൽ എന്തായാലും കാണാം. പ്രൊമോയിൽ ആ സാധനമുണ്ട്. രേണു സുധിയെ മെയിൻലി പോർട്രേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് കാണിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. കാരണം എങ്ങനെയാണ് ഒരു സോഷ്യൽ, ഇപ്പം ആ ബിഗ് ബോസ് ഹൗസിലുള്ള സോഷ്യൽ മീഡിയ സ്റ്റാർ എന്ന് പറഞ്ഞാൽ രേണു സുധി തന്നെയാണ്. തെറിവിളി കേട്ടിട്ട്. അതുകൊണ്ട് തന്നെ എപ്പിസോഡിലും എപ്പിസോഡ് പ്രൊമോയിലൊക്കെ രേണുവിനെ വെച്ചിട്ടാണ് അവർ പോർട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ചെന്ന ആദ്യ ദിവസം തന്നെ മറ്റേ ഇടിയും പരവാസ്തോലും ഉണ്ടെന്ന് കാണിക്കാൻ. പക്ഷെ ലൈവ് കണ്ടവർക്കറിയാം
വലിയ അനക്കവും കുനക്കവും ഒന്നും ഇല്ലടേ. ഇപ്പോഴാണ് ഇച്ചിരി ഒന്ന് മറ്റേ പൊങ്ങി വരുന്നത്. ഇന്നലെ മിനിഞ്ഞാന്നൊന്നും ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്നലെ മിനിഞ്ഞാന്നുകൊണ്ടല്ല ഗെയിം ഒരിക്കലും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. മുന്നോട്ട് പോട്ടെ, ഗെയിമുകൾ വരട്ടെ, ക്യാരക്ടറുകൾ മാറട്ടെ, ടാസ്കുകൾ പൊളിക്കട്ടെ. അപ്പൊ എന്തായാലും ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. പിന്നെ ഒരു കാര്യം കൂടെ പറയണമെന്ന് തോന്നി, ചാടിക്കേറി എല്ലാവരും ഇട്ടിട്ട് പോയല്ലേ. അത് വേറൊന്നുമല്ല, നമ്മുടെ സെക്കൻഡ് ചാനൽ താഴെ ഞാൻ കൊടുത്തേക്കാം. പക്ഷെ ഞാൻ അങ്ങോട്ട് കംപ്ലീറ്റ്ലി അതിനകത്തോട്ട് ഫോക്കസ് ചെയ്ത് വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടില്ല. ഒറ്റ വീഡിയോ ഇട്ടുള്ളൂ, പിന്നെ ഷോർട്സ് ആണ് ഇട്ടേക്കുന്നത്. അതിന്റെ കാരണം ആ ചാനൽ എന്തോ ഒരു ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. ഒന്ന് ചാനൽ പൊങ്ങി, അതിന്റെ ചെറിയൊരു പ്രശ്നം, ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതൊന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി അതിനകത്തോട്ട് നമ്മുടെ വീഡിയോ കാണിച്ചുള്ള സാധനങ്ങൾ വരുവേ. പക്ഷെ ഇവിടെ പറയാനുള്ള കാര്യങ്ങൾ അത് പ്രോപ്പറായിട്ട് ഇവിടെയും പറയും, വീഡിയോ ഒന്നും കാണിക്കത്തില്ലെന്നേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നല്ല കനത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം.